ഹായ്, ഞാൻ രശ്മി. രാവിലെ എണീക്കുമ്പോൾ എല്ലാവരും ഒരു കപ്പ് ചായയൊക്കെ കുടിക്കുമല്ലോ. ഞാൻ ഇന്ന് വൈകി എണീറ്റത്. അപ്പോൾ ചായക്കല്ല പാലൊക്കെ വെച്ചിട്ടുണ്ട്. ചായയല്ല, കാപ്പിയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ കാപ്പിപ്പൊടിക്ക് ഞാൻ ഉപയോഗിക്കുന്നത് AVTയുടെ പ്രീമിയം കോഫി പൗഡറാണ്. അപ്പോൾ അത് സാധാരണ ചെയ്യുന്നത് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു കോഫി എന്ന നിലയിലാണ്. പഞ്ചസാര ആവശ്യമുള്ളത് ഇട്ടിട്ടുണ്ട്. പിന്നെ കോഫി പൗഡർ കാപ്പിക്ക് ആവശ്യമുള്ള കോഫി പൗഡർ ഇട്ട് നമ്മൾക്ക് ഈ ചൂടായ പാലിൽ നിന്ന് പാല് തിളച്ചിട്ടില്ല, അപ്പോൾ അതിന് മുമ്പ് പാല് ചൂടായിട്ടുണ്ട്. ചൂടായ പാലിൽ നിന്ന് ഒരു സ്പൂൺ ഇങ്ങനെ കോരി, അല്ലെങ്കിൽ ഒരു 2 സ്പൂൺ ഇങ്ങനെ കോരി നന്നായിട്ട് അങ്ങ് ബ്ലെൻഡ് ചെയ്യണം, മിക്സ് ചെയ്യുന്ന വെച്ചാൽ നല്ല സൂപ്പറായിട്ട് മിക്സ് ചെയ്യണം. അതിങ്ങനെ മിക്സ് ആയിക്കോളും. ഇങ്ങനെ കണ്ടോ, നന്നായിട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഈ പഞ്ചസാര കോഫിയുടെ കൂടെ ഇങ്ങനെ അലിഞ്ഞ് അപ്പോഴേക്കും നമ്മളുടെ പാല് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. തിള വരുന്നുണ്ടല്ലോ. അപ്പോൾ അതിങ്ങനെ ബീറ്റ് ചെയ്ത് നല്ല സൂപ്പറാക്കി വെക്കണം. എത്രമാത്രം ബീറ്റ് ചെയ്യുന്നോ അത്രയും നല്ലതാണ്. പഞ്ചസാര ഇത്തിരി തരിയുള്ള പഞ്ചസാര ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അത് കാരണം അത് ഇച്ചിരി അലിയാൻ പാടാണ്. അപ്പം അങ്ങനെ ഇതിനെ ബീറ്റ് കോഫി എന്നാണ് പറയുന്നത്. നമ്മളുടെ ഒരു സുഹൃത്ത് ശ്രുതിയും ഉണ്ണിയും കൂടിയാണ് ഈ ഒരു ബീറ്റ് കോഫിയുടെ ഇതെനിക്ക് പറഞ്ഞു തന്നത്. അവരന്ന് പറഞ്ഞു തന്നത് മുതൽ ഞാൻ ഇതാണ് പരീക്ഷിക്കുന്നത്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ പാല് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ തിളച്ച് വന്ന പാലിലേക്ക് നമ്മൾ ഈ മിക്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതങ്ങ് ഇട്ട് കൊടുത്തു. അപ്പോൾ ഇതിനകത്തേക്ക് ഈ പാൽ ഇതേപോലെ അങ്ങ് മിക്സ് ചെയ്ത്, ഒന്നെങ്കിൽ സാധാരണ ഇതിലേക്ക് ഈ ബൗള് ചെറുതായ കാരണമാണ് നമ്മളൊരു വലിയ പാത്രം എടുക്കുകയാണ്. പാല് മിക്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പാത്രം എടുക്കുകയാണെങ്കിൽ അതിലേക്ക് നേരെ ഒഴിച്ചാൽ മതി. അതാണ് ബീറ്റ് ചെയ്യാൻ എടുക്കണമെങ്കിൽ. ഇത് പക്ഷേ ഞാനെടുത്തത് ഈ കുഞ്ഞു ബൗളായ കാരണം ബൗളിൽ നിന്ന് ഞാൻ അതിലേക്ക് പകർത്തിയെന്നുള്ളൂ. കപ്പ് പോലുള്ള എന്തെങ്കിലും ഒരു സാധനം എടുക്കണമെങ്കിൽ നമുക്ക് അതിലേക്ക് പാലങ്ങ് പകർത്തിയെടുക്കാം. അപ്പം നമ്മൾ സാക്ഷ്യ പൊട്ടിക്കുന്നത് പോലെ ഇൻസ്റ്റൻറ്റ് കോഫി ആയി. ഇതിന് പ്രത്യേകിച്ച് ചൂടാക്കേണ്ട ആവശ്യമില്ല. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ കോഫി പൗഡറിനെ നല്ല കോഫി പൗഡറാണ്. കുറേ നാളായിട്ട് ഞാൻ അടിമാലിയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ബ്രൂസാഷിയാണ്. പക്ഷേ ഈ കോഫി പൗഡർ ഇപ്പം 2 മാസമായി ഇങ്ങനെ ഉപയോഗിക്കുന്നു. നല്ല കോഫി പൗഡറാണ്. തരിയുണ്ട്, പക്ഷെ എന്നാലും കുഴപ്പമില്ല. നമ്മൾക്കത് നല്ല ടേസ്റ്റാണ് AVTയുടെ ഈ പ്രോഡക്റ്റിന്. അപ്പോൾ എന്തായാലും കോഫി റെഡിയായി. പിന്നെ ഞാൻ പകർത്തി കോഫി കുടിക്കാനായിട്ട് പോട്ടെ. താങ്ക് യു.